ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ സീരീസിന്റെയും വേവ് ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്കിന്ന് ബോസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ് പറയാനുള്ളത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം ആദ്യം. അപ്പോ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് എത്ര തന്നിട്ടുള്ളേ? ആ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ റിസൈഡ് ചെയ്യുന്ന ആ ഓർബിറ്റിന്റെ റേഡിയസ് എത്ര തന്നിട്ടുള്ളേ? ആർ ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആർ ഈക്വൽ ടു 0.01 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് പറയാം. അല്ലേ? ഇത് നമുക്ക് എന്താ കാണാനുള്ളത്? ക്വാണ്ടം നമ്പർ കറസ്പോണ്ടിങ് ടു ദിസ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ. അല്ലേ? ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് റേഡിയസും ക്വാണ്ടം നമ്പറും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടണം. അത് നമുക്ക് ഓൾറെഡി ഉണ്ട്. അല്ലെ? എന്താണ് റിലേഷൻ? Rn ഈക്വൽ ടു n²h²ε0 ബൈ e² πm ആണല്ലോ. നമുക്ക് ഇന്ന് എന്താ വേണ്ടേ? ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ് വേണ്ടത്. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് n² ഈക്വൽ ടു Rn e² πm ബൈ h²ε0 എന്ന് എഴുതാം. അല്ലേ? ഓർ n ഈക്വൽ ടു √Rn e² πm ബൈ h²ε0 എന്ന് എഴുതാം. ഇനി അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Rn നമുക്കറിയാം, തന്നിട്ടുണ്ട്. അല്ലേ? അതുപോലെ e πm h²ε0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലേ? അപ്പം n ഈക്വൽ ടു എന്ത് വരും? √Rn 0.01 into 10⁻³ into 1.6 into 10⁻⁻19 squared into 3.14 into 9.1 into 10⁻31. അല്ലേ? ഇത്രയും ആളുകൾ റൂട്ടിനകത്താണ്. ഡിവൈഡഡ് ബൈ h²ε0 6.626 into 10⁻34 square into h0 8.85 into 10⁻12 എന്ന് വരും. അല്ലേ? ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിർബന്ധമായിരുന്നു ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ കിട്ടും, ഒരു ഡെസിമൽ ഉണ്ടാവും ഇതിനകത്ത്. അല്ലെ? 434 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 435 പോയിന്റ് സംതിങ് കിട്ടും. എങ്ങനെയായാലും നമ്മൾ എന്താ കാണുന്നത് നോക്കണം. നമ്മൾ ക്വാണ്ടം നമ്പറാണ് നോക്കുന്നത്. അല്ലെ? ആൻഡ് വി നോ ദാറ്റ് ക്വാണ്ടം നമ്പർ ഷുഡ് ബി ആൻ ഇന്റിജർ. അല്ലെ? ക്വാണ്ടം നമ്പർ എന്തായിരിക്കണം? ഒരു ഇന്റിജർ ആയിരിക്കണം. അല്ലെ? അതുകൊണ്ട് വി ആർ റൗണ്ടിങ് ഇറ്റ് ടു 435. ഓക്കെ, അതുകൊണ്ട് അതിന്റെ ക്വാണ്ടം നമ്പർ എത്രയാണ്? n ഈക്വൽ ടു 435 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം എന്താ ചോദിച്ചിട്ടുള്ളത്? അതിന്റെ എനർജി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? എനർജി എന്താണ്? ഇനി n കിട്ടിക്കഴിഞ്ഞാൽ എനർജി എന്താണ്? En ഈക്വൽ ടു E1 ബൈ n² ആണ്. അല്ലെ? E1 ബൈ n² അല്ലേ ഫോർമുല? അല്ലെ? അപ്പൊ എന്ത് ചെയ്താം? -13.6 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ E1 ഡിവൈഡഡ് ബൈ 435ന്റെ സ്ക്വയർ വരും. അല്ലേ? ഇത് ഏകദേശം -7.19 ഇൻറ്റു 10⁻⁻5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഓക്കെ, ഇതാണ് എനർജി. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ എന്താ ചെയ്തത്? ഒരു ആളുടെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കാണാൻ പറഞ്ഞു? ക്വാണ്ടം നമ്പർ കാണാൻ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബ്ലം അല്ല, നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബോസ് കറസ്പോണ്ടിങ്സ് പ്രിൻസിപ്പിൾ ആണ്. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഈ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ റേഡിയസ് തന്നിട്ടുള്ളത്, ആ ഓർബിറ്റിന്റെ റേഡിയസ്. അല്ലേ? ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്. അല്ലേ? ആ ഓർബിറ്റിന്റെ, ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? 0.01 മില്ലിമീറ്റർ. അല്ലേ? ആ 0.01 മില്ലിമീറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അല്ലെ? അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. അല്ലെ? വി ക്യാൻ സീ ഇറ്റ് ഓർ വി ക്യാൻ ഫീൽ ഇറ്റ്. അല്ലെ? 0.01 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിന്റെ 10⁻1. അല്ലെ? അപ്പോ ഇത് ക്ലാസിക്കൽ ആണ്. അല്ലെ? ക്ലാസിക്കൽ ആണിത് ശരിക്കും. അല്ലെ? എന്താ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാല് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനൊന്നും ക്ലാസിക്കൽ എന്ന് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു 0.01 എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, പക്ഷെ സ്റ്റിൽ നമുക്കത് കാണാവുന്ന റേഞ്ചിൽ വരും. ഓക്കെ, അപ്പൊ അത് ക്ലാസിക്കൽ ആണ്. അല്ലെ?
എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ റേഡിയസ് ഉള്ള ഒരു സാധനം. ഇനി നമ്മൾ എപ്പോഴും ക്വാണ്ടം നമ്പേഴ്സ് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n അല്ലേ, നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള 1 2 3 4 ഒക്കെയാണ് അല്ലേ. 1 2 3 4 5 6 അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ പ്ലസ് ടുവിൽ ഒരുപാട് പ്രോബ്ലംസ് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എക്സാമ്പിൾ n = 1 ആയാലും പിന്നെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 0 - 1 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കെമിസ്ട്രി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കണ്ട ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ 1 2 3 4 5 വരും. അത്രയൊന്നും പോവാറില്ല, സാധാരണ ഒരു 4 ഒതുങ്ങാറുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടം നമ്പർ കിട്ടിയത്? 435 അല്ലേ. അതൊരു വലിയ നമ്പറാണ്. 435 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ക്വാണ്ടം നമ്പറാണ് അല്ലേ. ഇതിൽ നിന്നും എന്താണ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ക്ലാസിക്കൽ ആയപ്പോൾ, ക്ലാസിക്കൽ എന്ന് പറഞ്ഞത് മില്ലിമീറ്ററിലാണ്. നമ്മൾ സാധാരണ റേഡിയസ് എങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ന്യൂക്ലിയസിന്റെ സൈസ് എങ്ങനെ പറഞ്ഞ 10⁻⁻15 ആണ്. ഫെംറ്റോമീറ്റർ 10⁻15. ഇവിടെ എത്രയാണ്? 10⁻³ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിക്കൽ ആണ് അല്ലെ. അങ്ങനെ ക്ലാസിക്കൽ ലിമിറ്റ്സിനകത്ത് ക്വാണ്ടം നമ്പേഴ്സ് കൂടും എന്ന് പറയുന്നു അല്ലെ. ഇതിനെ ബോർ എന്ത് വിളിച്ചു? കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചു. വ്യക്തമായി പറഞ്ഞാൽ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹയർ ക്വാണ്ടം നമ്പേഴ്സ്, ക്വാണ്ടം ഫിസിക്സ് yields ക്ലാസിക്കൽ റിസൾട്ട്സ്. അല്ലെങ്കിൽ ക്വാണ്ടം നമ്പർ കൂടിക്കഴിഞ്ഞാൽ, ക്വാണ്ടം നമ്പർ ഹയർ ആയി കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും സെയിം റിസൾട്ട് തരും എന്ന് ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. അതിനെയാണ് ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർച്ച, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു തുല്യത എന്നൊക്കെ പറയാം അല്ലെ. അതാണ് എന്ത് തമ്മിലുള്ള തുല്യത? ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും തമ്മിലുള്ള ചേർച്ച. അതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹയർ ക്വാണ്ടം നമ്പേഴ്സ് ക്വാണ്ടം ഫിസിക്സ് yields ക്ലാസിക്കൽ റിസൾട്ട്സ്. ഇത് നമ്മൾ നേരെ തിരിച്ചാ വന്നേ, ക്ലാസിക്കൽ റിസൾട്ട് ക്വാണ്ടത്തിലേക്ക് വന്നേ. തിരിച്ചു പറഞ്ഞാൽ എന്താവും? ക്വാണ്ടം നമ്പർ കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ത് തരും? ക്ലാസിക്കൽ റിസൾട്ട്സ് തരും എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ക്വാണ്ടം ഫിസിക്സ് അല്ലെ. ക്ലാസിക്കൽ മെക്കാനിക്സ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ക്വാണ്ടം ഫിസിക്സ്. ശരിക്കും ആദ്യം ഉണ്ടായത് ആരാണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് അല്ലെ. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അവിടുന്ന് വന്നിട്ട് പിന്നെ 19th സെഞ്ചുറി കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? 19th സെഞ്ചുറിന്റെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? ക്വാണ്ടം ഫിസിക്സ് ഉണ്ടായത്. പക്ഷെ പറഞ്ഞു വരുമ്പോ എന്തായിപ്പോ? ക്ലാസിക്കൽ ഫിസിക്സ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു അപ്രോക്സിമേഷൻ ആണെന്ന് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടിയാണ് ആദ്യം ഉണ്ടായത്, പിന്നെയാണ് അച്ഛൻ ഉണ്ടായത് എന്നുള്ള നിലപാടായി അല്ലേ. അപ്പം അതാണെന്ത്? കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി അതൊന്നുകൂടെ നമുക്ക് ഇതിന്റെ ഒരു വിശദമായ അപ്രോച്ചിലേക്ക് പോകാനുണ്ട്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തല്ലോ, ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുക. ഇനി അതിന്റെ വിശദമായ ഒരു പിന്നെ അനാലിസിസ് നമുക്ക് നടത്താനുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒരു ക്ലാസിക്കൽ അപ്രോച്ച് നടത്താൻ പോകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസോ ആയിരിക്കണം. വ്യക്തമാക്കി പറയാം. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. ഇതൊരു സർക്കുലർ മോഷൻ ആണ് അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. എന്താ ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അതിങ്ങനെ കറങ്ങുന്നുണ്ട്. അത് എത്ര ടൈംസ് ഒരു സെക്കൻഡിൽ കറങ്ങുന്നുണ്ട് എന്നാണ് അതിന്റെ ഫ്രീക്വൻസി പറയുന്നത്. അത്തരം കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം എന്ത് ചെയ്യണം? റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ, ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിളോ ആയിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പറയുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ബോർ മോഡൽ നമ്മൾ തുടക്കത്തിൽ കാൽക്കുലേറ്റ് ചെയ്തു. വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഈക്വൽ ടു E/√4πε0 mRn എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലെ. ഇത് ആരുടെ വെലോസിറ്റിയാണ്? ഇലക്ട്രോണിന്റെ വെലോസിറ്റി അല്ലെ. ഇനി നമുക്കറിയാം അതിന്റെ ഫ്രീക്വൻസി അല്ലെ. അല്ലെങ്കിൽ ആദ്യം ടൈം പീരീഡ് കാണാം അല്ലെ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? I can write distance by velocity അല്ലെ. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അതിന്റെ ഇയാളുടെ ഇതിന്റെ റൊട്ടേഷന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. അവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? സർക്കുലർ പാത്ത് അല്ലേ നമ്മൾ ഇമാജിൻ ചെയ്യണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2πrn ബൈ
വെലോസിറ്റി ഇതാ 2πrn ബൈ വെലോസിറ്റി. നമുക്ക് എന്താ കാണാല്ലേ അതിന്റെ ഫ്രീക്വൻസി അല്ലെ. ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു എന്താണ് 1 ബൈ ടൈം പീരിയഡ് ആണ് അല്ലെ. 1 ബൈ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും v ബൈ 2πrn അല്ലേ. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ എന്താണ് 1 ബൈ 2πrn ഇവിടെ ഉണ്ട് ഇൻറ്റു ഇ ബൈ റൂട്ട് ഓഫ് 4πε0 mrn എന്ന് വരും. ക്ലിയർ അല്ലേ. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എഫ് ഈക്വൽ ടു e by 2π into 1 by root of 4πε0 mrn cube എന്ന് എഴുതാം അല്ലേ. കാരണം ഇവിടെ rn പുറത്താണ് അല്ലേ. അപ്പൊ ഇതിന് റൂട്ടിന്റെ അകത്തേക്ക് എടുത്താൽ rn² എന്നാവും. rn² into rn എന്താവും rn ക്യൂബ് ആവും അല്ലേ. ഇനി നമുക്ക് rn ഉള്ള എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ അറിയാം. rn ഈക്വൽ ടു എന്താണ് n² h²ε0 ബൈ e² πm എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു ഇ ബൈ 2π ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 4πε0 m ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് rn ക്യൂബ് എന്നല്ലേ. റൂട്ട് ഓഫ് rn ക്യൂബ് അല്ലേ. 1 ബൈ തന്നെയാണ് എന്തുവരും n² h²ε0 ബൈ e² πm ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇ ബൈ 2π ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 4πε0 m ഇൻറ്റു 1 by n² h²ε0 by e² πm റൈസ് ടു 3/2 എന്ന് എഴുതാം. ഇനി അതിനെ നമുക്ക് f ഈക്വൽ ടു e by 2π into 1 by root of 4πε0 m. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താ ഫൈനൽ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പം e² πm ബൈ n² h²ε0 റൈസ് ടു 3/2 എന്ന് വരും. ഇത് 1 ബൈ അല്ലേ. അപ്പം തിരിച്ചിടുക റെസിപ്രോക്കൽ അല്ലേ ഇങ്ങനെ ഇടുക. ഓക്കെ. ഇനി എന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ. എനിക്ക് ഫ്രീക്വൻസിന്റെ അകത്ത് എനർജിന്റെ എക്സ്പ്രഷൻ വേണം. E1 എന്ന് കാണണം. ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് E1 കിട്ടണം. E1 എന്തായിരുന്നു me⁴ ബൈ 8ε0² h² ആയിരുന്നു. n²h² ആണ് E1 അല്ലേ. മൈനസ് me⁴ ബൈ 8ε0² h² ആണ്. ഇതിനകത്ത് നെഗറ്റീവ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം മൈനസ് E1 അല്ലെ. E1 എന്ന് പറഞ്ഞാൽ മൈനസ് me⁴ ബൈ 8ε0² h² ആണ്. അപ്പൊ മൈനസ് E1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. എനിക്ക് ഈ മൈനസ് E1 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ടാക്കണം. അത് നിങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിങ്ങനെ ചെയ്യുന്നത് എഫ് ഈക്വൽ ടു ഈ ഇക്വേഷനെ ഒരു E1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം ഒരു E1 അവിടെ നിർത്താം. അത്രേ ഉള്ളൂ. അത് എവിടെയാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാല് എനിക്ക് നിർത്തേണ്ടത് ന്യൂമറേറ്ററിലാണ്. ഓക്കെ. ന്യൂമറേറ്ററിൽ ഇവിടെ നിർത്തണം. ഓക്കെ. ഇനി ഞാനുള്ള ബാക്കി പണി ചെയ്യാണ്. അപ്പം ഐ ക്യാൻ റൈറ്റ് ഇ ബൈ 2π ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 4πε0 m ഇൻറ്റു ഇനി e² π ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കട്ടോ. റൈസ് ടു 3/2 അല്ലേ. അപ്പൊ e² റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ വരും e റൈസ് ടു 3 എന്ന് വരും. π റൈസ് ടു 3/2 m റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഇനി n² റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ n³ എന്ന് വരും. h² റൈസ് ടു 3/2 h³ എന്ന് വരും. 0 റൈസ് ടു 3/2 ഇൻറ്റു ന്യൂമറേറ്ററിലെ E1 എനിക്ക് അവിടെ വേണം. ബാക്കി താഴെയുള്ള E1 ആണ് അല്ലേ. E1 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. മൈനസ് me⁴ ബൈ
8 epsilon naught square h square ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് കാണുന്ന ആളുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, E1 ഇവിടെ കിട്ടിയല്ലോ അല്ലെ, എന്ന് പറഞ്ഞാൽ -E1 അതെനിക്ക് ഇവിടെ കിട്ടിയല്ലോ. ബാക്കിയുള്ളവരെ എനിക്ക് എന്ത് ചെയ്യാം, ഒക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ എങ്ങനെയൊക്കെ വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്യാം. എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ്. F equal to -E1 by h into 2 by n cube. ക്ലിയർ ആയല്ലോ? -E1 by h into 2 by n cube. അത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോയാൽ മതി കേട്ടോ. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഇവിടെ റൂട്ട് എം ആണ്. റൂട്ട് എം എന്ന് പറഞ്ഞാൽ m⁻²1/2 ആണ്. ഇവിടെ m ഉണ്ട് അല്ലെ. അപ്പം m⁻²1/2 into m എന്ന് പറഞ്ഞാൽ m⁻³ ആവും. ആ എമ്മും ഈ എമ്മും കട്ട് ചെയ്ത് പോകും. അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതുപോലെ ഇവിടെ പൈ ഉണ്ട്, ഇവിടെ റൂട്ട് പൈ ഉണ്ട്. അപ്പൊ π⁻³ ആണ്, ഇവിടെ π⁻³ ഉണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അത് ചെയ്യണം. ഓക്കെ, അപ്പൊ F equal to -E1 by h into 2 by n cube എന്ന് കിട്ടും. ഇതെന്താണ്? എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അങ്ങനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്ത റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്നും പറയാം അല്ലെ. കാരണം ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ത് ഫ്രീക്വൻസി ഉണ്ടാവുക? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസി ഉണ്ടാവുക. അല്ലെങ്കിൽ അതിന്റെ ഹാർമോണിക്സ് എന്ന് പറയും. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ക്ലാസിക്കൽ അപ്രോച്ച്. നമുക്കത് ക്വാണ്ടം മെക്കാനിക്കലി ഒന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കലി when an electron from a state Ni falls to a final state Nf, the expression for frequency is given by nu equal to -E1 by h into 1 by Nf square minus 1 by Ni square അല്ലേ. ഈ എക്സ്പ്രഷൻ നമ്മൾ പിന്നെ തുടക്കത്തിൽ ഈ ബോർ മോഡലിന്റെ തുടക്കത്തിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചതാണ്. നമ്മൾ ലാംഡയുടെ ടേംസിൽ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചത്. നമുക്കിപ്പോ വേണ്ട എന്താണ്? ഫ്രീക്വൻസിയുടെ ടേംസിൽ. ഇതിൽ നിന്നാണ് നമ്മൾ ലാംഡയിലേക്ക് എത്തിയത്. ഈ ന്യൂന് പകരം c/λ കൊടുത്തിട്ട് റെഡ്ബർഗ് കോൺസ്റ്റന്റ് കൊടുത്തു അല്ലേ. ഈ എക്സ്പ്രഷൻ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഫ്രീക്വൻസി കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ NF എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഞാന് Ni എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഞാൻ n എന്നെടുക്കുകയാണ്. അതുപോലെ NF എന്ന് പറഞ്ഞ സ്റ്റേറ്റ് n-p എന്നെടുക്കുകയാണ്. വേർ p equal to 1, 2, 3 etc. ക്ലിയർ ആയോ? ഇവിടെ Ni എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അതിന് പകരം ഞാൻ n എന്നെടുത്തു. NF എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതിന് പകരം ഞാൻ n-p എന്നെടുത്തു. വേർ p is an integer 1, 2, 3 etc. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I'll get nu equal to -E1 by h into 1 by n-p square minus 1 by n square അല്ലേ. NF എന്ന് പറഞ്ഞാൽ n-p അല്ലേ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ nu equal to -E1 by h into n square minus n-p square by n square into n-p square എന്ന് കിട്ടും. അല്ലെങ്കിൽ nu equal to -E1 by h into ഇത് a-b whole square അല്ലേ, എക്സ്പാൻഡ് ചെയ്യാം. n square minus n square plus p square minus 2np divided by n square into n-p square എന്ന് നോക്കാം അല്ലേ. അപ്പം n square minus n square പോയി. ബാക്കി nu equal to -E1 by h into ഈ നെഗറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2np minus p square എന്ന് വരും. ഡിവൈഡഡ് ബൈ n square into n-p square എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഹയർ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് കൂടി കഴിഞ്ഞാലുള്ള കേസ് നമുക്ക് നോക്കാനുള്ളത്. ഇഫ് n ഈസ് ഹൈ, n എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ n കൂടുതലാണെങ്കിൽ I can write 2np minus p square almost equal to 2np and n-p square almost equal to n square. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മള്
n മൈനസ് പി സ്ക്വയർ. നമ്മൾ നേരത്തെ ഇപ്പൊ 435 അല്ലേ നമ്മൾ അതിന്റെ അടുത്ത് അല്ലേ, നേരത്തെ ഹൈഡ്രജൻ റിഡ്ബർഗ് ആറ്റത്തിന്റെ കേസിൽ നമുക്ക് n ഈക്വൽ ടു 435 കിട്ടിയില്ലേ. n ഈക്വൽ ടു 435 വെച്ചാൽ 435 സ്ക്വയർ. അപ്പൊ p ഈക്വൽ ടു 1 ഒക്കെ വെച്ചാൽ 434 സ്ക്വയർ. നമുക്ക് ഏകദേശം ഒരുപോലെ ആക്കി എടുക്കാന്നാ പറയുന്നത്. n ലാർജ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റും കേട്ടോ. ഈ പിന്നെ 435 എന്ന് പറഞ്ഞാൽ 500,000 ഒക്കെ ആകുമ്പോൾ നമുക്കത് ഏകദേശം ഒരുപോലെ ആയി കിട്ടും അല്ലെ. 2np മൈനസ് പി സ്ക്വയറും അതുപോലെ 2np യും ഏകദേശം ഒരുപോലെ ആയി കിട്ടും. ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 435 എന്ന് എഴുതുക, p ഈക്വൽ ടു 1 ആണെന്ന് എഴുതുക. അപ്പൊ 2 into 435 into 1 മൈനസ് 1 സ്ക്വയർ. അപ്പൊ അതിന് ഒരു ടൈമേ കുറയുള്ളൂ. 2np ഇവിടെ 2np ഏകദേശം ഒരുപോലെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ന്യൂ ഈക്വൽ ടു മൈനസ് E1 by h into 2np മൈനസ് പി സ്ക്വയർ വരെ ഞാൻ എന്തെടുത്തു 2np എന്ന് കൊടുത്തു ബൈ n സ്ക്വയർ ഇൻറ്റു n മൈനസ് പി സ്ക്വയർ വരെ ഞാൻ n സ്ക്വയർ എന്ന് കൊടുത്തു അല്ലേ. അപ്പൊ എന്ത് കിട്ടും, ഈ n കട്ട് ചെയ്ത് പോകും. ബാക്കി ന്യൂ ഈക്വൽ ടു മൈനസ് E1 by h ഇൻറ്റു 2 by n ക്യൂബ് ഇൻറ്റു പി എന്ന് കിട്ടും അല്ലേ. ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തതാണ്. ന്യൂ ഈക്വൽ ടു മൈനസ് E1 by h ഇൻറ്റു 2 by n ക്യൂബ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചതാണ്. എവിടെ, ക്ലാസിക്കൽ റിസൾട്ട് പ്രകാരം. ഇത് ക്വാണ്ടം മെക്കാനിക്കലാണ്. ഈ വെൻ p ഈക്വൽ ടു 1 p ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സാക്ട്ലി ദ ക്ലാസിക്കൽ റിസൾട്ട്. ന്യൂ ഈക്വൽ ടു മൈനസ് E1 by h ഇൻറ്റു 2 by n ക്യൂബ് ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പോയി കഴിഞ്ഞാലും ക്ലാസിക്കൽ മെക്കാനിക്കലി പോയി കഴിഞ്ഞാലും ഫ്രീക്വൻസിക്കൽ എക്സ്പ്രഷൻ മൈനസ് E1 by h ഇൻറ്റു 2 by n ക്യൂബ് കിട്ടുന്നത് അല്ലേ. ഇതാണ് ബോർ മോഡലിന്റെ ഒരു എന്താ പറയാ പ്രൂഫ്, ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിന്റെ ഒരു പ്രൂഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മാത്തമാറ്റിക്കൽ പ്രൂഫ്. നമ്മൾ ക്ലാസിക്കലിയും അതുപോലെ ക്വാണ്ടം മെക്കാനിക്കലിയും ഒരു പിന്നെ ഇലക്ട്രോണിന്റെ റേഡിയേഷൻ, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനുള്ള ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കി. രണ്ട് എക്സ്പ്രഷനും എന്താണ്, സെയിം ആണ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഹയർ ക്വാണ്ടം നമ്പേഴ്സ്. ഇതിനെയാണ് നമുക്ക് ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.